Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ നമ്മളെല്ലാവരും മാറ്റി ഇപ്പോൾ സിനിമക്ക് പോകാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ കാന്താര ചാപ്റ്റർ 1 ആണ് എന്തോ അതാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് കാണാനാണ് കേട്ടോ പോകുന്നത്. ഇതാ നമ്മൾ നടന്ന് പോവാണ് ഗൈസ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് തിന്നാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വന്നു ഗൈസ്. കാരണം തിയേറ്ററിൽ നിന്ന് എന്തും വാങ്ങാൻ കഴിയില്ല. ഒന്നാമത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നാടെ ഇല്ല, പിന്നെ ഉള്ളതിനൊക്കെ ഭയങ്കര വിലയായത്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ നാട്. നമ്മൾ പിന്നെ 10:30 ഷോനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീച്ച് വേഗം മാറ്റിക്കിന് പോവാണ് ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ ഒരു ഫിലിമും ഇത്ര കാണണം എന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. കാന്താരേൻ്റെ ഫസ്റ്റ് ഇറങ്ങിയരം തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന പറഞ്ഞാലും തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് എന്തായാലും കാണണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തിട്ട് വേഗം കാണാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇന്ന് പിന്നെ ഗാന്ധി ജയന്തിയും ആണ്, വിജയദശമിയും ആണ്. അതുകൊണ്ട് തന്നെ എല്ലായിടയ്ക്കും ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ തലശ്ശേരി എത്തി. നമ്മളൊരു 10 മണിയാകുമ്പോൾ തന്നെ തലശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും അരമണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ATMിലൊക്കെ പോയി. ഇവിടെയും പിന്നെ ഇതേ ഗാന്ധി ജയന്തിൻ്റെ പരിപാടിയാണ്. പിന്നെ നമ്മൾ നേരെ തിയേറ്ററിലേക്കാണ് നടന്നത്. തലശ്ശേരിയുള്ള ലിബർട്ടി കോംപ്ലക്സിലാണ് നമ്മൾ ഫിലിം കാണാൻ പോവാറ്. ഏകദേശം മിക്ക ഫിലിമും നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ കാണാറ്. പിന്നെ ടിക്കറ്റൊക്കെ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ആക്കിയോണ്ട് വലിയ പണിയൊന്നുമില്ല. നേരെ അവിടെ പോയി സ്കാൻ ചെയ്ത് ടിക്കറ്റ് ഒന്ന് കയ്യിൽ വാങ്ങുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ആ ടൈം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സീറ്റ് മിക്കതും ഫുള്ളായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. തുടങ്ങാൻ പോകുന്നല്ലോ. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ അടിപൊളി സിനിമയാണ്. നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. ഈ സിനിമ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി. പക്ഷെ ഭയങ്കര വെയിൽ അത് സിനിമയെ കുറിച്ചില്ല ചോദിച്ചത്. ഈ സിനിമയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഗൈസ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒന്നും പറഞ്ഞില്ല, നമുക്കൊരു രോമാഞ്ചം വരും. അത്ര നല്ല ഫിലിമാണ് ഗൈസ്. ഗൈസ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് ചിന്തിച്ചിട്ട് കുറേ നടന്നു. കാരണം ഒന്നാമത് ഭയങ്കര വെയിലായതുകൊണ്ട് ഈ ചോറ് അങ്ങനത്തേനെക്കാട്ടി കൂടുതൽ ഇങ്ങനത്തെ ഐസ്ക്രീം ഒക്കെ കഴിക്കാനാണ് കേട്ടോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ടൈം എന്തായാലും 1:30-2 മണി ആവാനായി. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വിശപ്പും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ലാസ്റ്റ് ചോറ് കഴിക്കാനാണ് കേട്ടോ പ്ലാൻ ഇട്ടത്. പിന്നെ ഞാനൊരു ബിരിയാണി ലവറേ അല്ല. എനിക്ക് ബിരിയാണിനെയും കാട്ടി കൂടുതൽ ഇഷ്ടം ഫ്രൈഡ് റൈസ് പോലെയുള്ള സാധനങ്ങളാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് ഇങ്ങനെ ബിരിയാണിക്കൊക്കെ പകരം ഫ്രൈഡ് റൈസ് ആണ് പറയാറ്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇവർ മയോണൈസും തന്നിട്ടില്ല. ആകെ തന്നത് ഈ ഒരു സോസ് മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സോസ് വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ ചോറ് തിന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് കുടിക്കേണ്ട ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് നേരെ അങ്ങോട്ടേക്കായി. എങ്ങനെയെങ്കിലും ഒന്ന് വേഗം ചോറ് തിന്ന് തീർത്തിട്ട് വേണം ഈ ഷെയ്ക്ക് കുടിക്കാൻ. പക്ഷേ എനിക്ക് ഈ കാണുമ്പോഴുള്ള ആകാംക്ഷയുള്ളൂ കേട്ടോ. കുടിച്ചിട്ട് ഒരു 2 സിപ്പ് കുടിക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് മതിയായി. പിന്നെ അത് അങ്ങനെ തന്നെ ഫുൾ മതിയാക്കണ്ടെന്ന് വെച്ചിട്ട് അതിനെൻ്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ പാർസലാക്കിയിട്ട് വന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നവമി വ്രതം ഇവിടെ മുറിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെയും ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സൊക്കെ കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇന്നൊരു ദിവസം വേറെയും കുറച്ച് സ്ഥലത്തൊക്കെ പോകാമെന്ന് പ്ലാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിലിം കണ്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോയി. കാരണം അത്ര വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേഗം തലവേദന ഇളകും. കണ്ടോ ഗൈസ്, എൻ്റെ വീട്ടിലെ കാവൽക്കാരെ ഞാൻ കാണിച്ചു തരാം. ഈ ജനലിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തരെ കാണാൻ കഴിയും. ഇതിന് നമ്മൾ ആരെങ്കിലും പുറത്തൊക്കെ പോയി വരുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. കാരണം ഇതിനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇത് വല്ലാണ്ട് ഓവർ തിങ്കൊക്കെ ചെയ്ത് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരു നായാണ് ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തി. സിനിമ അത്രയും അടിപൊളി സിനിമയാണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അത് ഓരോ മ്യൂസിക്കും എല്ലാം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനൊരു കുറ്റം പറയാൻ പോലും ആ സിനിമയ്ക്ക് അത്രയും അടിപൊളി. ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് എന്നോട് അറിയും ഈ വീഡിയോ ഇടാൻ പാടില്ല, കട്ട് ചെയ്ത് കളയണം. പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യും. ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, 3 കുഞ്ഞു കുട്ടികൾ. ഇവരിൽ ഒരാളെ നമ്മൾ എടുത്താൽ തന്നെ ഇതിന്റെ അമ്മച്ചി വരും. നമുക്ക് ഇതിൽ ഒരാളെ എടുത്താൽ മതി. റിപ്ലൈ വന്നിട്ട് ഞാൻ കാണിച്ചത്. ഞാൻ ഇതിലൊരു കുട്ടീനെ എടുത്ത് കാണിച്ചതേ. ഞാനൊരു കുട്ടീനെ എടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ വയ്യന്നെ അതിൻ്റെ അമ്മച്ചി ഇപ്പം നോക്കിയാൽ എൻ്റെ വയ്യന്നെ വരും എന്നാ ചെയ്യുന്നത്.
കണ്ടോ? ഹായ് ഹായ് പറ മിന്നു. ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ, അതിന്റെ മക്കളടുത്ത് ഇങ്ങനെ വന്ന് കാവലിരിക്കും. ഇതാ കണ്ടോ, ഇങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഇതിന്റെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് കേട്ടിരിക്കാനേ കഴിയൂ. ഇതാ പിന്നെ ഫുഡും കൂടി കഴിച്ചോ, വേറൊക്കെ നിറഞ്ഞ് ഇനി ഒന്ന് കിടന്നുറങ്ങണം ഗൈസ്. അപ്പൊ നമ്മളിനി ഉറങ്ങാൻ വേണ്ടി പോകണം. എനിക്ക് ഉച്ച ഉറക്ക് മസ്റ്റാണ്. എവിടെ പോയി വന്നാലും എങ്ങനെയായാലും എനിക്ക് ഉച്ചക്ക് ഉറങ്ങണം. ഞാൻ ക്ലാസ്സിന് പോവാണെങ്കിൽ വരെ ഞാൻ ക്ലാസ് ഉച്ചക്ക് കട്ടാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഉച്ചക്ക് കിടന്നുറങ്ങും. അതുകൊണ്ട് ഞാനിനി ഉറങ്ങാൻ പോകണം. ഇപ്പം തന്നെ സമയം 3 മണിയായി. അതുകൊണ്ട് ഇനി ഉറങ്ങാൻ പോകണം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.